നമസ്തേ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഇന്ന് ഞാൻ സന്താനഗോപാലം ഒരു കഥയാണ് പറയാൻ പോകുന്നത്. സന്താനഗോപാലത്തിൻ്റെ കഥാസാരം. ദ്വാരകയിൽ പണ്ട് ഒരു ബ്രാഹ്മണൻ താമസിച്ചിരുന്നു. അദ്ദേഹത്തിന് ആറ്റുനോറ്റ് ഒരു ഉണ്ണി പിറന്നു. പിറന്ന ഉടനെ ആ കുട്ടി മരിച്ചുപോയി. ബ്രാഹ്മണൻ സങ്കടപ്പെട്ട് അവൻ്റെ മൃതദേഹവുമായി കൃഷ്ണൻ്റെ കൊട്ടാരത്തിൻ്റെ പ്രവേശനദ്വാരത്തിൽ ചെന്നു നിന്ന് വളരെ ദയനീയമായി കരയാൻ തുടങ്ങി. യാദവന്മാരാരും തന്നെ ബ്രാഹ്മണനെ കണ്ടതായി പോലും ഭാവിച്ചില്ല. ഭോഗലോലുപനായ കൃഷ്ണൻ്റെ ദുർഭരണം കൊണ്ടും ബ്രാഹ്മണദ്രോഹം കൊണ്ടും മറ്റുമാണ് ഈ തരത്തിലെ ശിശു മരണങ്ങൾ രാജ്യത്ത് സംഭവിക്കുന്നതെന്നെല്ലാം ഭഗവാനെ പഴിച്ചുകൊണ്ട് ബ്രാഹ്മണൻ മൃതദേഹവും കൊണ്ട് മടങ്ങിപ്പോയി. ഇപ്രകാരം ഒന്നിനു പുറകെ ഒന്നായി അയാൾക്ക് 8 ശിശുക്കൾ പിറന്നു. എല്ലാം ജനിച്ച ഉടനെ മരിച്ചു. ഓരോ പ്രാവശ്യവും മൃതദേഹവും എടുത്ത് അയാൾ ദ്വാരകയുടെ കവാടത്തിൽ പോയി നിന്ന് സങ്കടം പറയും, കരയും, കുറേ നേരം അവിടെ നിൽക്കും, കുറച്ച് പാരാദൂരങ്ങളൊക്കെ പറയും. അതാരും ശ്രദ്ധിക്കത്തില്ല. അയാൾ തിരിച്ചു പോകും. കുറേ പഴിയൊക്കെ പറഞ്ഞുകൊണ്ട് ആണ് തിരിച്ചു പോകുന്നത്. 9ാമത്തെ പ്രാവശ്യം ചെന്നപ്പോൾ കൃഷ്ണൻ ഒരു യാഗം നടത്തുകയായിരുന്നു. അന്ന് അർജുനനും അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ബ്രാഹ്മണൻ്റെ വിലാപവും ആരും അത് ശ്രദ്ധിക്കാതിരുന്നതും അർജുനൻ അത് കണ്ടപ്പോൾ വളരെ സഹതാപം തോന്നി ബ്രാഹ്മണനോട്. വൃഷ്ണികളുടെ നിർദ്ദയത്വത്തെ അദ്ദേഹം കുറ്റപ്പെടുത്തി. ബ്രാഹ്മണൻ മൃതദേഹവും കൊണ്ട് മടങ്ങിപ്പോകാൻ ഭാവിച്ചപ്പോൾ അർജുനൻ ബ്രാഹ്മണനെ ഇങ്ങനെ സമാശ്വസിപ്പിച്ചു: അങ്ങയുടെ അടുത്ത ശിശു ഗർഭസ്ഥമാകുമ്പോൾ എന്നെ അറിയിക്കുക. ഈ ഗാണ്ഡീവം പിടിച്ച് ഞാൻ സത്യം ചെയ്യുന്നു, ആ ശിശുവിനെ ഞാൻ രക്ഷിച്ച് തന്നുകൊള്ളാമെന്ന്. അല്ലാത്ത പക്ഷം അഗ്നിയിൽ ചാടി ഞാൻ ആത്മഹത്യ ചെയ്യും എന്നാണ് അർജുനൻ ബ്രാഹ്മണനോട് പറഞ്ഞത്. ബ്രാഹ്മണൻ ഇതൊക്കെ വെറും പൊള്ളവാക്കുകളായാണ് തോന്നിയത്. അയാൾ പറഞ്ഞു: ഈ കൃഷ്ണനും രാമനും പ്രദ്യുമ്നനും അനിരുദ്ധനും ഒന്നും സാധിക്കാത്ത ഒരു കാര്യമായതിനാലാണല്ലോ അവർ മൗനം ദീക്ഷിക്കുന്നത്. പിന്നെയാണോ നിങ്ങൾക്ക് സാധിക്കുന്നത്? വെറുതെ ഭോഷ്ക് പറയാതിരിക്കൂ. എൻ്റെ ശിശു പോകുമെങ്കിൽ പോകട്ടെ. നിങ്ങളെന്തിനാണ് വെറുതെ ജീവൻ കളയുന്നത്? ഇത് കൃഷ്ണനും രാമനും ഒന്നുമല്ല, മധ്യമ പാണ്ഡവനായ അർജുനനാണ് പറയുന്നത്. ശിവനെപ്പോലും തോൽപ്പിച്ച് പാശുപതാസ്ത്രം വാങ്ങിയ അർജുനനെ പറ്റി നിങ്ങൾ കേട്ടിട്ടില്ലെന്നുണ്ടോ? അങ്ങയുടെ അടുത്ത ശിശുവിനെ ഞാൻ രക്ഷിച്ചു തരും. ഇത് സത്യം, സത്യം, സത്യം. ഇത് കേട്ടപ്പോൾ ബ്രാഹ്മണന് കുറച്ച് ആശ്വാസമായി. അദ്ദേഹം സ്വഗൃഹത്തിലേക്ക് മടങ്ങിപ്പോയി. അടുത്ത പ്രാവശ്യം തൻ്റെ പത്നി ഗർഭം ധരിച്ചതോടെ ബ്രാഹ്മണൻ അർജുനനെ വിവരം അറിയിച്ചു. അർജുനൻ ഗർഭസംരക്ഷണത്തിന് വേണ്ടി സൂതികാഗൃഹത്തിൽ, ആ ഗർഭിണി കിടന്ന വീട്ടിൽ, ആ മുറിയിൽ ചുറ്റിലും മുകളിലുമായി അല്പം പോലും സുഷിരമില്ലാത്ത ഒരു ശരകൂടം നിർമ്മിച്ചു. പുറത്ത് നിർനിമേഷനായി അർജുനൻ കാവലിൽ നിന്നു. പ്രസവ സമയം അടുത്തു. നിമിഷങ്ങൾ നീങ്ങുന്തോറും ബ്രാഹ്മണൻ്റെ പരിഭ്രമവും അർജുനൻ്റെ ജാഗ്രതയും വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. ബ്രാഹ്മണപത്നി പ്രസവിച്ചു. പക്ഷേ പ്രസവിച്ച ഉടനെ ഉടലോടുകൂടി തന്നെ ആ ശിശു അപ്രത്യക്ഷമായി. നേരത്തെ പ്രസവിച്ചപ്പം കുട്ടി മരിച്ചെങ്കിലും ശരീരം അവിടെ ഉണ്ടായിരുന്നു. ഇപ്പം പ്രസവിച്ച ഉടനെ തന്നെ കുട്ടി മരിക്കുകയും ചെയ്തു. പക്ഷേ കുട്ടിയുടെ മൃതദേഹം അവിടെ കണ്ടില്ല. രാവണൻ ഒരു ഭ്രാന്തനെ പോലെ ആയിത്തീർന്നു. കാരണം കുഞ്ഞിൻ്റെ ശരീരം പോലും അവിടെ ഇല്ല. അർജുനനെ അയാൾ പറയാത്ത
ചീത്ത പറഞ്ഞു, വഴക്ക് പറഞ്ഞു, പുലപ്പിയൊക്കെ പറഞ്ഞു. എടാ വങ്കപ്രഭേ, നിന്നെ ഞാൻ അല്പം വിശ്വസിച്ചു പോയി. ഇപ്പോൾ എൻ്റെ മകൻ്റെ ശരീരം പോലും എനിക്ക് കാണാൻ കിട്ടിയില്ല. വേഗം തീയിൽ ചാടി നിന്റെ ശപഥം നിറവേറ്റുക. വിധികർത്തവ്യമൂഢതയായി തീർന്ന അർജുനൻ യമപുരിയിലും ദേവലോകത്തുമെല്ലാം ശിശുവിനെ തിരക്കി നടന്നു. എങ്ങും കണ്ടുകിട്ടിയില്ല. ഒടുവിൽ മടങ്ങി വന്ന് അഗ്നിപ്രവേശനത്തിന് തീയിൽ ചാടാൻ വേണ്ടി വേണ്ടതെല്ലാം കൂപ്പുകൂട്ടി. തീയിൽ ചാടാൻ ഭാവിച്ചപ്പോൾ ഭഗവാൻ കൈക്ക് കയറി പിടിച്ചു. തടഞ്ഞുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: പേടിക്കണ്ട, എൻ്റെ കൂടെ വരിക. ഞാൻ കുട്ടികളെ കാണിച്ചു തരാം. എൻ്റെ ഉള്ളിൽ കുറേ അഹങ്കാരം കട്ടി പിടിച്ച് കിടക്കുന്നുണ്ടായിരുന്നു. അത് നീക്കുന്നതിനുള്ള ഒരു ഉപായമായിരുന്നു ഇത്. വരൂ, വൈകുണ്ഠത്തിലേക്ക് പോകാം. അവിടെയാണ് നിഷ്കളങ്കരായ ആ കുട്ടികളുള്ളത്. അഹങ്കാരികൾക്ക് അവിടം ദർശിക്കാൻ കഴിയുന്നതല്ല. നിന്റെ അഹങ്കാരം നശിപ്പിച്ച് വൈകുണ്ഠ ദർശനത്തിന് നിന്നെ പാകപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വിദ്യ പ്രയോഗിച്ചത്. ഭഗവാനാണ് ഇതിൻ്റെ സൂത്രധാരൻ. കുഞ്ഞുങ്ങളെ കൊണ്ടുപോയത്. ഭഗവാൻ അർജുനനെ തേരിലേറ്റി യാത്ര തിരിച്ചു. കാടുകളും മേടുകളും നദികളും സമുദ്രങ്ങളും എല്ലാം പിന്നിട്ട് ബഹുദൂരം യാത്ര ചെയ്തു. അവർ ഒരു വൈകുണ്ഠത്തിലെത്തി. അവർ എവിടെയാണ്? വൈകുണ്ഠം, മഹാവിഷ്ണുവിൻ്റെ ലോകം. അവിടുത്തെ പ്രഭാപടലം കണ്ട് അർജുനൻ്റെ കണ്ണഞ്ചിപ്പോയി. എന്നുവെച്ചാൽ കണ്ണ് തുറക്കാൻ വയ്യ. ആ പ്രഭ വൈകുണ്ഠത്തിലെ 1000 ഫണങ്ങളുള്ള അനന്തൻ്റെ പുറത്ത് ലക്ഷ്മി ദേവിയാൽ പരിസേവിതനായി ഇന്ദ്രനീല നിറത്തോടു കൂടിയ ഭഗവാൻ മഹാവിഷ്ണു പള്ളി കൊള്ളുന്നു. പറഞ്ഞ കുവലയങ്ങളാൽ ഉല്ലാസിതനായി. എന്നുവെച്ചാൽ ഭഗവാന്റെ അപ്പുറവും ഇപ്പുറമൊക്കെ ലക്ഷ്മിയും ആനയും അങ്ങനെ എല്ലാ ദേവന്മാരും ഭഗവാന്റെ അടുത്തുണ്ട്. വനമാലകൾ, കുണ്ടലം, കൗസ്തുഭം എന്നിവയാൽ അലങ്കൃതമായി 4 തൃക്കൈകളിലും ശംഖ്, ചക്ര, ഗദ, പത്മങ്ങൾ ധരിച്ചവനായി മൃദുസ്മേരവദനായി. മൃദുസ്മേരം എന്ന് വെച്ചാൽ ഭഗവാന്റെ ചിരിയുണ്ടല്ലോ. കൃഷ്ണ ഭഗവാൻ ചിരിക്കുന്നില്ലേ? അതുപോലെ മഹാവിഷ്ണുവിന് ഒരു ചിരിയുണ്ട്. അപ്പം മൃദുസ്മേരവദനായി വാണരുളുന്ന ശ്രീനാരായണനെ അർജുനൻ ദർശിച്ചു. വിപ്രബാലന്മാർ 10 പേരും അവിടെ കൂട്ടം കൂടിയിരുന്ന് കളിക്കുന്നതും അർജുനൻ കണ്ടു. അപ്പം തൻ്റെ അംശമാണ് അർജുനനും കൃഷ്ണനും, അല്ലേ? അപ്പം ഈ 2 അവതാരങ്ങൾ അല്ലെങ്കിൽ ഭഗവാന്റെ അംശം, മഹാവിഷ്ണുവിൻ്റെ അംശന്മാരായ കൃഷ്ണ അർജുനന്മാരെ മഹാവിഷ്ണു അനുഗ്രഹിക്കുകയും അവരുടെ അവതാര ഉദ്ദേശം മിക്കതും സാധിച്ചു കഴിഞ്ഞിരിക്കുന്നതിനാൽ അധികം താമസിയാതെ സ്വധാമത്തിലേക്ക് മടങ്ങി എത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. മഹാവിഷ്ണു ബ്രാഹ്മണൻ്റെ 10 കുട്ടികളെയും ഇവിടേക്ക് കൊണ്ടുവന്നത് കൃഷ്ണാർജുനന്മാരെ വൈകുണ്ഠത്തിൽ എനിക്ക് കാണാൻ വേണ്ടിയാണ്, ഒന്നിച്ച് കാണാൻ വേണ്ടിയാണ് ഞാൻ ഈ പണി ചെയ്തത്. ഇങ്ങനെ പറഞ്ഞ് മഹാവിഷ്ണു അവരെ യാത്രയാക്കി കുട്ടികളെ കൊടുത്തു വിട്ടു. അർജുനൻ കുട്ടികളെ കൊണ്ടുപോയി ബ്രാഹ്മണന് കൊടുത്ത് സത്യം ചെയ്തല്ലോ, ഈ കുട്ടികളെ തിരിച്ചു കൊണ്ട് തരും എന്ന്.
അല്ലെങ്കിൽ അപ്പോഴാണ് അഗ്നി ചാടാൻ പോയത്, തിരിച്ച് കിട്ടാത്തത്. അങ്ങനെ കുട്ടികളെ കൊണ്ട് കൊടുത്ത് അർജുനൻ്റെ ശപഥം പാലിച്ചു. നല്ല കഥയല്ലായിരുന്നോ? എല്ലാവരും കേൾക്കണേ.